ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു 24 ഇഞ്ചിൻ്റെ ഒരു ബഡ്ജറ്റ് കാറ്റഗറി, ഏറ്റവും വില കുറഞ്ഞ നല്ല ഒരു മോണിറ്ററാണ്. അതായത് 6200 രൂപയ്ക്ക് നിങ്ങൾക്ക് 5500 രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്ച്വലി SBI കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽസിൽ. അല്ലാത്ത സമയത്തും ഇത് ഓൾമോസ്റ്റ് ഒരു 6500 താഴെയൊക്കെ റേഞ്ചിൽ വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏസറിൻ്റെ വിഷൻ കെയർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു സാധനമാണ്. 24 ഇഞ്ചിൻ്റെ 23.8 ഇഞ്ചിൻ്റെ ഈക്കോ സീരീസ് എന്ന സാധനമാണ് കേട്ടോ. 23.8 ഈക്കോ സീരീസ് സംഭവങ്ങളൊക്കെ ഉള്ള സാധനമാണ്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ മോഡൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഡുവൽ സെറ്റലൈറ്റ് ആയിട്ട് മോഡൽ മൗണ്ട് ചെയ്തിരിക്കേണ്ട സാധനമാണ്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ആക്ച്വലി ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഇൻസ്റ്റാമാർട്ടിലടക്കം അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്പെക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് എന്നൊക്കെ പറയാനുള്ളത് 8999 രൂപയാണ്. 9,000 റുപ്പീസ് ഓൾമോസ്റ്റ്. സംഭവം മാനുഫാക്ചർഡ് ഇൻ ചൈന. നിങ്ങൾക്ക് അറിയാറിയല്ലോ, ഐസറൊക്കെ ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. ഐസർ, ലിനോവ സംഭവങ്ങളൊക്കെ ചൈനീസ് ബ്രാൻഡുകളൊക്കെ തന്നെയാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാനൊക്കെ എടുത്തു തരാം. ഏസറിൻ്റെ EK240Y എന്ന് പറഞ്ഞൊരു മോഡലാണ്. 23.8 VA പാനലൊക്കെ ആയിട്ട് വരുന്ന ഫുൾ HD ബാക്ക്ലിറ്റ് LED മോണിറ്ററാണ് സംഭവം. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാണാനൊക്കെ വരുന്നുണ്ട്. 1 ms ആണ് നമുക്ക് ഇത് വരുന്നുള്ളൂ. VRB റെസ്പോൺസ് ടൈം വരുന്നുള്ള. AMD ഫ്രീസിംഗ് സപ്പോർട്ട് ഉണ്ട്. ഒരു HDMI ഒരു VGA സപ്പോർട്ടും വരുന്നുണ്ട്. HDMI കേബിൾ ബോക്സിലും കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. 0 ഫ്രെയിം ഡിസൈനാണ്. അതുപോലെ തന്നെ ഐ കെയർ മോഡും കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ഞാൻ സംഭവം കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ajay.bank സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റ് താഴെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ ഈസിയായിട്ട് തന്നെ നമ്മുടെ റെഫറൽ ത്രൂ അപ്ലൈ ചെയ്യാവുന്ന നമ്മുടെ സെറ്റാപ്പിൻ്റെ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. നിങ്ങൾക്ക് അതിൽ ബാങ്ക് ലോൺസുകളും ക്രെഡിറ്റ് കാർഡ്സുകളും NBFC ലോൺസുകളും എല്ലാം നോക്കാം. അതും പിൻ കോഡ് എലിജിബിലിറ്റി നോക്കിയിട്ടും അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ക്രെഡിറ്റ് സ്കോർ നോക്കാൻ പറ്റും. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട, താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏസറിൻ്റെ മോണിറ്റർ 23.8, അതായത് 24 ഇഞ്ചിൻ്റെ മോണിറ്റർ ഫുൾ HD പാനലായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇത് 6000 രൂപയുടെ 6200 രൂപയുടെ സാധനമാണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് 13-14 രൂപയുടെ മോണിറ്ററാണ്. അപ്പോൾ രണ്ടിടത്തിന് നിങ്ങൾക്ക് ക്വാളിറ്റി നോക്കി നോക്കാം. ശരിക്കും എനിക്ക് ഏസറിൻ്റെ സാധനം നല്ലൊരു വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയാലും അതായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. തിക്നെസ് ഭയങ്കര ലൈറ്റ് ഒന്നുമല്ല ഉണ്ട്. അത്യാവശ്യം കുറച്ച് തിക്നെസ്സും കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ബിൽഡ് ക്വാളിറ്റി ആയാലും ഇവിടെയാണ് നമുക്ക് വയസ്സും കാണാനൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനൊക്കെ സുഖമാണ്. ഒരു HDMIയും ഒരു പവർ പോർട്ടും പിന്നെ ഒരു VGA പോർട്ടും കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു ബഡ്ജറ്റ് കാറ്റഗറി എന്താ പറയുക മോണിറ്റർ തന്നെ പറയാം. നിങ്ങൾക്ക് അടുത്തിക്കൂടെ പോകുമ്പോഴും വലിയ പിക്സൽ റൈറ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ അതൊരു നല്ലൊരു സിമ്പിളാണ്. അപ്പോൾ നല്ല VA പാനൽ തന്നെയാണ്, ഒരു നല്ല LED പാനൽ തന്നെയാണ് സാധനം, ഡിസ്പ്ലേ പാനൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 6000 രൂപ അല്ലെങ്കിൽ ഒരു 7000 രൂപയുടെ താഴെ ശരിക്കും MS ഐൻഡിങ് കൂടി കിട്ടും. MS ഐൻഡിങ് നമുക്ക് ഈ റേഞ്ചിൽ കിട്ടും. 7500 ആ റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾക്കൊരു 6000 രൂപ 6500 രൂപ താഴെ ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്കൊരു മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ സാധനം എടുക്കാം കേട്ടോ. ഏസറിൻ്റെ 3 കൊല്ലം വാറണ്ടിയും കാണാനൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഏസറിൻ്റെ ബ്രാൻഡിങ് ഇവിടെ കാണാം. പിന്നെ ഒരു ചെറിയ LED ലൈറ്റും കാണാനൊക്കെ കാണാം. സ്വിച്ച് താഴെയായിട്ട് വരുന്നുണ്ട്. അതൊക്കെ നോർമൽ പോലെ തന്നെ വേറെ ഡിഫറൻസും കാണാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നാൽ എനിക്ക് എന്തായാലും സാധനം ഈ പ്രൈസിന് കൊടുത്ത കാശിന് എനിക്ക് നല്ല പോലെ സാധനം വെറുത്തായിട്ട് തോന്നിയിട്ടാണ്. നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് എനിക്കത്. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മണിക്കൂറായിട്ടുള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഫോണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ 2 ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കുമ്പോൾ അറിയാലോ. അങ്ങനെ അടുത്തിക്കൂടെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് അതിൻ്റെ ഡബിളിനായിട്ടും കൂടുതൽ റേറ്റ് വരുന്നൊരു മോഡലാണ്. അപ്പോൾ എന്നിട്ടും കൂടി നിങ്ങൾക്ക് ആ പാനൽ നല്ലപോലെ കാണുന്നില്ലേ, കളറായാലും സംഭവമായാലും. അപ്പോൾ അതിൻ്റെ പേട്ടാ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആമസോൺ ഫ്ലിപ്കാർട്ടിലും ഉണ്ടെന്നുണ്ട്. ഫ്ലിപ്കാർട്ടിലുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പെയർ ആയിക്കോളും, അതായത് ടാഗ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്യാം.